ദുർമന്ത്രവാദം, അതുപോലെ ആഭിചാരം, ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ മൂലം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ പോലും, ഇവിടെ സാക്ഷര കേരളം എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ നടന്നു പോകുന്ന കാടത്തമുണ്ടല്ലോ, ഇതിനൊരു അറുതി വരുത്തണ്ടേ? ഇതിനൊരു നിയമനിർമ്മാണം യഥാർത്ഥത്തിൽ ആവശ്യമല്ലേ? ബ്ലാക്ക് മാജിക് എന്ന് പറയുക, ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. ഓരോ സേവ, ആ സേവ, ഈ സേവ, ആഭിചാരം, ഈ ബ്ലാക്ക് മാജിക്, ഈ മന്ത്രവാദം, ദുർമന്ത്രവാദം, ഇതെല്ലാം നിർത്തേണ്ടതല്ലേ? ഒരു കാലത്ത് വിച്ചസ് എന്നറിയപ്പെടുന്ന നിർബന്ധവാദിനികൾ, അവരെ ഈ ബ്രിട്ടനിലൊക്കെ അവരെ എറിഞ്ഞു കൊല്ലുന്ന ഒരു കാലം വരെ ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അത് ചിന്തിക്കണം. പണ്ട് കാലത്ത് പോലും ഇതിനെ നിയന്ത്രിക്കാൻ ഉള്ള അത് ക്രിമിനൽ കുറ്റമാണ് ആ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെ കൊല്ലുക, ചുട്ടുകൊല്ലുക, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. കാരണം എന്താ? വിച്ചസ് എന്നറിയപ്പെടുന്ന ദുർമന്ത്രവാദിനികളെയാണ് അതുപോലെ പല രാജ്യങ്ങളിലും, യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് പോലും ഇതിനെതിരാണ് അവിടേക്കുള്ള ആളുകൾ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമ്മളെ 21ാം നൂറ്റാണ്ടിൽ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ എത്ര പേരുണ്ടെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എവിടെയൊക്കെ എന്തൊക്കെ പറഞ്ഞാണ് മന്ത്രവാദത്തിന് പോകുന്നത്? ഓരോ മന്ത്രവാദികളെന്ന് പറഞ്ഞ് ഓരോരുത്തന്മാരും നടക്കും. കള്ളന്മാരാണ് മുഴുവൻ എല്ലാം. കാരണം ഇങ്ങനൊരു സംഭവം ഇല്ല കേട്ടോ. ഇത് നമ്മളൊരു പ്രാർത്ഥന നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ദൈവത്തിനോട് നമ്മൾ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, ഒരാളെ രക്ഷപ്പെടുത്തണം, ഇന്നത് ചെയ്യണം, അത് നമുക്ക് മനസ്സിലാക്കാം. അത് കാരണം നമ്മുടെ വിശ്വാസമാണ് അതൊക്കെ. പക്ഷെ നേരെ മറിച്ച് ആ വിശ്വാസം അന്ധവിശ്വാസത്തിലേക്ക് പോയാലോ? ഇങ്ങനെയൊക്കെ ചെയ്താൽ ശരിയാവും എന്ന് പറയാം. നരബലിയൊക്കെ നമ്മൾ ഇലന്തൂർ നരബലി കേസ് നമ്മൾ കണ്ടതല്ലേ? 2 സഹോദരിമാരെ, പാവപ്പെട്ടവരെ, ഒരു നിവൃത്തിയില്ലാതെ ലോട്ടറി കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരെ, അവരെ ഏതാണ്ട് സിനിമയിലോ സീരിയലിലോ ഒക്കെ അഭിനയിപ്പിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി കെട്ടിയിട്ടിട്ട് അവരെ പച്ചയ്ക്ക്, അവർ മരിക്കാതെ തന്നെ അവരെ ശരീരത്തിൽ നിന്ന് അവയവഭാഗങ്ങൾ മുറിച്ചു മാറ്റി നമ്മൾ അത് വായിച്ചതാണ്. എന്നിട്ട് മാത്രം ആ കൊണ്ടുപോയ വൃത്തികെട്ടവനുണ്ടല്ലോ, ആ ദുർമന്ത്രവാദി, അവൻ ചെയ്ത പണി എന്താണ്? ഇവരെ കൊണ്ടത് തീറ്റിച്ചു, ഈ 2 പേരെ കൊണ്ട്. അപ്പം നമ്മൾ അതുപോലെ പോലും ആളുകൾ അങ്ങനെ ആ രീതിയിൽ തിരിഞ്ഞു പോകുന്നില്ലേ? തിരിഞ്ഞു പോകുന്നത് എന്താണ്? ഇതിന് ശരിയായ നിയമം, അതായത് എവിടെ മന്ത്രവാദം ആര് നടത്തുന്നോ, ഒരു മന്ത്രവാദി എന്നുള്ള പേരുണ്ടെങ്കിൽ അവനൊരു കുറ്റവാളി തന്നെ ആയിരിക്കണം. അപ്പം എപ്പോഴും വേണം. അതുപോലെ തന്നെ ഓരോ ശക്തിയുണ്ട്. എൻ്റെ ദേഹത്ത് മറ്റൊരു കൂടിയിട്ടുണ്ട്, മറ്റേതുണ്ട്, ഇതൊക്കെ പറയുന്നവന്മാരെന്നൊക്കെ പറയുന്നത് അവർ ഒന്നുകിൽ ഭ്രാന്താണ്, അവർക്ക് മാനസിക രോഗികളാണ്, അല്ലെങ്കിൽ കള്ളന്മാരോ കള്ളികളോ ആണ്. ഇതൊന്ന് തിരിച്ചറിയാൻ നമ്മുടെ നാട്ടിൽ ഈ ആളുകൾ മുതിരുന്നുണ്ടോ? അങ്ങനെ ഇരുന്നപ്പോഴാണ് കർണാടകയിൽ ഇതിനെതിരെ ഒരു നിയമം കൊണ്ടുവന്നത്. ബ്ലാക്ക് മാജിക്കിനും അതുപോലെ ദുർമന്ത്രവാദത്തിനും എതിരെയുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. ഏതാണ്ട് ആ നിയമം എങ്ങനെ അത് വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ കാരണം കർണാടകയായിട്ട് ബന്ധപ്പെട്ടാലേ അത് അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ ചുവട് പിടിച്ച് ഏതായാലും നമ്മുടെ രാജ്യത്ത്, നമ്മുടെ നാട്ടിൽ, നമ്മുടെ സംസ്ഥാനത്ത് ഒരു നിയമം നിർമ്മാണം ആവശ്യമല്ലേ എന്നുള്ള ഒരു തോന്നൽ വന്നത് ശരിയുമാണ്. കാരണം ഇപ്പോൾ ഇലന്തൂർ നരബലി നമ്മൾ കണ്ടതാണ്. അതേപോലെ പല സ്ഥലങ്ങളിൽ ആളുകളെ ഇട്ട് അടിച്ചു കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? മന്ത്രവാദം നടത്തിയാൽ ഒഴിഞ്ഞു പോവും എന്ന് പറഞ്ഞങ്ങ് എടുത്തിട്ട് അടിക്കുകയല്ലേ. ഇപ്പോൾ ഈ ഷിമോഗ ജില്ലയിൽ, നമ്മുടെ കർണാടകയിൽ ഒരു പാവപ്പെട്ട സ്ത്രീയെ കേട്ടോ, 53 വയസ്സോ ഉള്ള ഒരു സ്ത്രീയാണ്. അവരുടെ മകൻ ഒരു മന്ത്രവാദിനെ വിളിച്ചുകൊണ്ട് വന്നു. മന്ത്രവാദിനിയും ഭർത്താവും കൂടെ വന്നു. അവസാനം വന്നിട്ട് ഇവരെ തെരുവിൽ റോഡിലിട്ട് അങ്ങ് അടിക്കുകയാണ്. വടിയുണ്ട് മുഖത്ത്. അവർ കരഞ്ഞ് കേണപേക്ഷിക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൊടുക്കണമെന്ന്. അതുപോലും കൊടുക്കാതെ ക്രൂരത കാണിച്ച് അവരെ അവസാനം എന്താ, ഇതുകൊണ്ട് അടിച്ചിട്ട് പോരാഞ്ഞുകൊണ്ട് കൈയും കാലും ഒക്കെ ഉപയോഗിച്ച് അവരെ അങ്ങ് ഉപദ്രവിക്കുകയാണ്. അവസാനം അവിടെ കുഴഞ്ഞു വീണു. ആശുപത്രി കൊണ്ട് അന്നേരം മരിച്ചു. ഇപ്പം എല്ലാം അകത്താണ്. മന്ത്രവാദിനിയും മോനും ആ ഭർത്താവും ഒക്കെ അകത്താണ്. ഇതൊക്കെ നമ്മളൊന്ന് കാണണ്ടേ? ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഇത് നമ്മുടെ നാട്ടിലും ഇതുപോലെ ഒരുപാടുണ്ട്. ഈ അന്ധവിശ്വാസമൊക്കെ ഒരുപാടുണ്ട്. ഒരുപാട് പെൺകുട്ടികൾക്കൊക്കെ എന്തെങ്കിലും, അവർക്ക് ചിലപ്പം മാനസിക രോഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ അത് ബാധ കൂടിയതാണ് എന്ന് പറഞ്ഞ് ഇല്ലാത്ത ഒരു കാര്യം അങ്ങ് പറയും, എവിടെങ്കിലും കൊണ്ട് കാണിക്കും. അപ്പോൾ ഒരാൾ അങ്ങോട്ട് ഒന്നീ കബഡി നിരത്തും, അല്ലെങ്കിൽ അതും ചെയ്തിട്ട് പറയും ഇത് ഒഴിപ്പിക്കണം, ഇതാണെന്ന് പറയും. ഒഴിപ്പിക്കാൻ ആരുണ്ട്?
ആദ്യം ഇതുപോലെ ഒരു മുസ്ലിയാർ ഇന്നടത്തുണ്ട്, അല്ലെങ്കിൽ താണ്ടെ ഇന്നതുപോലെ ഒരു അവിടെ ഒരു സ്വാമിയുണ്ട്, അവിടോട്ട് കൊണ്ടുപോയി കൊടുക്കും. ഇവരെ എടുത്തിട്ട് അടിക്കുകയാണ് പലപ്പോഴും ചെയ്യുന്നത്, ബാധ ഒഴിപ്പിക്കാനെന്നും പറയുന്നത്. ഇതൊക്കെ വലിയ ക്രൂരതയല്ലേ മനുഷ്യജീവനോട് ചെയ്യുന്നത്? അപ്പോൾ അതുകൊണ്ടാണ് ഈ കർണാടക നിയമത്തിൻ്റെ ചുവട് പിടിച്ച് 2022 ഇവിടെ ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ല് കേരള പ്രിവെൻഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവിൾ പ്രാക്ടീസസ്, അതായത് ഇൻഹ്യൂമൻ ഈവിൾ പ്രാക്ടീസ്, കേരള പ്രിവെൻഷൻ ഓഫ് ഇൻഹ്യൂമൻ ഈവിൾ പ്രാക്ടീസസ് ആൻഡ് ബ്ലാക്ക് മാജിക്, അതായത് സോർസറി ആൻഡ് ബ്ലാക്ക് മാജിക് ബിൽ 2022, ബ്ലാക്ക് മാജിക് അത് നിരോധിക്കുന്നതും, അതേപോലെ തന്നെ ഇതേപോലെ ഈവിൾ പ്രാക്ടീസസ്, ഇത് ദുർമന്ത്രവാദങ്ങൾ, ഇതെല്ലാം ആഭിചാരക്രിയകൾ, ഇതൊക്കെ നിയന്ത്രിക്കാനുള്ള ഒരു നിയമം നമ്മുടെ രാജ്യത്ത് പാസ്സാക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല് കൊണ്ടുവന്നു. അവസാനം എന്തെന്നറിയോ, നോക്കിയപ്പോൾ അത് ഒത്തിരി നൂലാമാലയെന്ന് തോന്നി. നൂലാമാലയെന്ന് തോന്നി അത് വൃത്തിയായിട്ട് പഠിച്ച് നന്നായിട്ട് അത് 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 ഫോർമുലേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ചെയ്യുന്നതിന് പകരം ഇത് അവിടെ ഇട്ട്, ഇപ്പോൾ കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട് ഇത് കോൾഡ് സ്റ്റോറേജിലാണ് ഈ സാധനം. അപ്പോൾ ഒരാളേതായാലും കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഇതിനകത്ത് ഇതെന്താ നടപടി വരാത്ത, ഇങ്ങനൊരു ബില്ല് വേണ്ടതല്ലേ എന്ന് ചോദിച്ചു. ഉടനെ ആദ്യം ഒരു 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 തോന്നൽ വന്നേ, അത് ആ ബില്ല് ആവശ്യമില്ല, അത് നമ്മുടെ BNS ഭാരതീയ ന്യായ സംഹിതയിൽ തന്നെ അതിനുള്ള വകുപ്പുകളൊക്കെ ഉണ്ട്, ആ വകുപ്പുകളൊന്നും എല്ലാം ഒന്നും ഇല്ല കേട്ടോ, ചുമ്മാ അങ്ങ് പറയാമല്ലോ ഉണ്ട്. അതനുസരിച്ച് അത് ഇപ്പോൾ ഉള്ള നിയമം മൂലം തന്നെ ശിക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഉള്ള നിയമത്തിൻ്റെ അപര്യാപ്തത ഉള്ളത് കൊണ്ടല്ലേ ഇങ്ങനൊരു ബില്ല് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ എന്നാദ്യം പറഞ്ഞൊരു മലക്കം പറഞ്ഞു. അപ്പോൾ ഒരു ചോദ്യം വന്നു ജനങ്ങളുടെ നിന്ന്, ഈ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റും ഈ ആഭിചാരക്രിയയ്ക്കും കേട്ടോ അന്ധവിശ്വാസത്തിനും ഒക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണോ എന്ന് വന്നു, ദുർമന്ത്രവാദത്തിനും ഒക്കെ അനുകൂലമാണോ എന്നൊരു ചോദ്യം വന്നു. ചോദ്യം വന്നപ്പോൾ ഒരു മലക്കം മറിച്ചത്. ഇപ്പോൾ ഉടനടി ഞങ്ങൾ ആ ബില്ല് അത് കൊണ്ടുവന്നു, അത് ചർച്ച ചെയ്ത് ശരിയാക്കി എടുക്കാം എന്നുള്ളൊരു തീരുമാനം ഇപ്പോൾ വന്നതായിട്ട് മനസ്സിലാക്കുന്നു. ഏതായാലും നല്ലൊരു കാര്യമാണ്. കാരണം ഇത് നിയന്ത്രിക്കേണ്ടതും നിരോധിക്കേണ്ടതും ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. അല്ലെങ്കിൽ ഒരുപാട് നിരപരാധികൾ ക്രൂശിക്കപ്പെടും, കൊല്ലപ്പെടും. ഇനിയും ഇതേപോലെ, കാരണം ഇതിൽ നിന്ന് പണം ഉണ്ടാക്കിയെടുക്കുന്നവന്മാർ ഒരുപാടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാരണം എന്തെങ്കിലുമൊക്കെ അവർക്ക് പവറുണ്ട്, ഇന്നതുണ്ട് എന്നൊക്കെ പറയും. ഇതൊക്കെ ചെയ്തിട്ട് അങ്ങനെ വേണം ഇങ്ങനെ വേണം, യക്ഷി പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്, യക്ഷിക്ക് ഇനി പൂ വേണം, അല്ലെങ്കിൽ പുഷ്പം വേണം, യക്ഷിക്കും അത് കൊടുക്കണം ഇത് കൊടുക്കണം, ഇതൊക്കെ പറയുന്ന ഇത് മുഴുവൻ അന്ധവിശ്വാസങ്ങളാണ്. ഇങ്ങനൊന്നും ഉള്ള ഒരു കാര്യമില്ല. അതൊന്ന് തിരിച്ചറിയണം 21ാം നൂറ്റാണ്ടിലും. ഇത് വേണ്ടത് എന്താണെന്നറിയോ, ഈ പണ്ട് ദുർമന്ത്രവാദിനികളെ വിശ്വസിനെ എറിഞ്ഞു കൊല്ലുന്നത് പോലെ ഇനി അവസാനം ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും. ഇതുപോലുള്ള ഈ മന്ത്രവാദികൾ എവിടുണ്ടോ അറിവ് കൊടുക്കണം, ഇവനെയൊക്കെ പിടിക്കണം, പ്രതിയാക്കി ശിക്ഷിക്കണം, കേസെടുക്കണം, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. ആഭിചാരക്രിയകൾ ഒന്നും തന്നെ നടത്താൻ പാടില്ല, അനുവദിക്കാൻ പാടില്ല. ഇത് രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. എവിടെങ്കിലും ഇതിനെക്കുറിച്ച് വിവരം കിട്ടിയാൽ നിർബന്ധമായിട്ടും അറിയിക്കണം. അതിനിങ്ങനൊരു നിയമം ആദ്യം നടപ്പിൽ വരണം. ഇങ്ങനൊരു ബില്ല് നന്നായിട്ട് വരട്ടെ എന്നും അത് പാസ്സാകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതേ പറയാൻ മാർഗമുള്ളൂ.